സഭാതർക്കത്തിൽ ഇപ്പോൾ വിമത വിഭാഗം കൊച്ചിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. മിസ്റ്റർ ജെമി അഗസ്റ്റിൻ പേരാണ് ഇന്ന് നിങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. വൈദികരുടെ അതിരൂപത സംരക്ഷണ സമിതിയിലെടുത്ത തീരുമാനങ്ങളെ കുറിച്ച് മുണ്ടകൻ പറയും. ഞങ്ങൾ ഏകദേശം 300ഓളം വൈദികർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 4 മണി വരെ ചുണങ്ങമ്പേരിയിലുള്ള നിവേദിത എന്നുള്ള സ്ഥാപനത്തിൽ ഒരുമിച്ച് ചേർന്നു. ഇന്ന് വന്ന ഈ സർക്കുലർ അതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയുണ്ടായി. സർക്കുലർ വന്ന വഴി അത് ഒരു ചതിയുടെ വഴിയാണ്. കാരണം സീറോ മലബാർ സഭ സിനഡ് എന്ന് പറഞ്ഞാൽ ലോകമെങ്ങും ഉള്ള 50 ലക്ഷം വിശ്വാസികളുടെ ഒരു പരമോന്നത സിനഡാണ്. ആ സിനഡ് ജൂൺ 14-ാം തീയതി ഓൺലൈൻ സിനഡ് ഉണ്ടാകുമെന്ന് സീറോ മലബാർ സഭയുടെ ആസ്ഥാന കേന്ദ്രമായ മൗണ്ട് സെന്റ് തോമസിൽ കാക്കനാടിൽ നിന്ന് കഴിഞ്ഞ ജൂൺ 4-ാം തീയതി ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ആ സർക്കുലറിൽ ഓൺലൈൻ സിനഡിൽ ഏക അജണ്ട എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ള ഏക അജണ്ടയും അവർ പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിന്റെ ഫലമായി ഞങ്ങളുടെ ഈ കഴിഞ്ഞ ശനിയാഴ്ച അതിരൂപതയിലെ ഫൊറോന വികാരിമാരുടെയും അതുപോലെ കൺസൾട്ടേഴ്സ് ബോഡി എന്ന് പറഞ്ഞ ആലോചന സമിതിക്കാരുടെയും ഒരു യോഗം ബോസ്കോ പിതാവ് വിളിച്ചുകൂട്ടി. ബോസ്കോ പിതാവ് ഈ യോഗം വിളിച്ചു കൂട്ടി കഴിഞ്ഞപ്പോൾ അവരുടെ പ്രതിനിധികളായിട്ട് 3 പേരെ വൈദികരുടെ ഇടയിൽ നിന്നും പിന്നെ കൂരിയയിൽ നിന്ന് 3 പേരും കൂടി മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപ്പോലീത്തായെ കാണാനായിട്ട് അദ്ദേഹം ഒരു അപ്പോയിന്റ്മെന്റ് ഇന്ന് 11 മണിക്ക് കൊടുത്തിരുന്നു. അപ്പോൾ ഈ റാഫേൽ തട്ടിൽ പിതാവ് റോമിൽ ചെന്നതിന് ശേഷം റോമിൽ നിന്ന് പോരുന്നതിന് തൊട്ട് മുൻപ് വത്തിക്കാൻ ന്യൂസിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ലിറ്റർജിയുടെ ടെക്സ്റ്റ് മറ്റ് 34 രൂപതകളിലും ഉപയോഗിക്കുന്ന സീറോ മലബാർ സഭ അംഗീകരിച്ച ടെക്സ്റ്റാണെന്നും അവിടെ ഏക വിഷയം ഒരു അർപ്പണ രീതിയെ കുറിച്ചിട്ടുള്ള ഒരു നിസ്സാര കാര്യമാണെന്നും അത് ചർച്ചയിലൂടെ പരിഹരിക്കാമെന്നും പറഞ്ഞിരുന്നു. ഇക്കാര്യം ഇവിടത്തെ മാർത്തോമ നസ്രാണി സംഘത്തെയും അതുമായി ബന്ധപ്പെട്ട മെത്രാന്മാരെയും ഏറെ പ്രകോപിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് നടക്കാനിരുന്ന ഈ കൂടിക്കാഴ്ച അതിലെന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ട കൽദായ ലോബി മെത്രാന്മാർ അവരുടെ ഒത്താശയോടുകൂടി ഈ ജൂൺ 14-ന് ശേഷം അവർ ഇറക്കേണ്ടിയിരുന്ന, കാരണം സീറോ മലബാർ സഭയുടെ പരമാധികാരമുള്ളത് പെർമനന്റ് സിനഡ് അംഗങ്ങൾക്കല്ല, പൗരസ്ത്യ കാര്യാലയത്തിനോ അല്ല. അത് മാർപ്പാപ്പ കൃത്യമായിട്ട് പറഞ്ഞു, ഈ സിനഡിനാണെന്ന്. സിനഡാണ് പരമാധികാരമുള്ളത്. ആ സിനഡിനോട് ആലോചിക്കാതെ ഒരു മേജർ ഡിസിഷൻ, അത് ഒരു 6 ലക്ഷം വരുന്ന വിശ്വാസികളെയും 450ഓളം വരുന്ന വൈദികരെയും ഈ സഭയിൽ നിന്നും തന്നെ പുറത്താക്കുന്ന രീതിയിലുള്ള ഡിസിഷൻ ഉണ്ടാക്കാൻ പെർമനന്റ് സിനഡിന് അധികാരമില്ല. ഇത് ഭയപ്പെട്ടവരാണ് ഇന്നലെ രാത്രി ആ ഡോക്യുമെന്റ് ഒരു സൂത്രത്തിലൂടെ പുറത്താക്കുകയും അതുവഴി പിന്നീട് അതിന് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം കൊടുക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ ഒരുമിച്ച് കൂടി ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ സീറോ മലബാർ സഭയുടെ പരമാധികാരമുള്ള സിനഡിന്റെ ആലോചനകൾക്ക് മുൻപ് വഴിവിട്ട രീതിയിൽ വന്ന സർക്കുലർ ഞങ്ങൾ തിരസ്കരിക്കുന്നു. ഞങ്ങളത് സ്വീകരിക്കുന്നില്ല. ഞങ്ങളുടെ പള്ളികളിൽ ഇത് വായിക്കുന്നില്ല. ജൂലൈ 3-ാം തീയതിയും ഞങ്ങൾ ജനാഭിമുഖ കുർബാന തന്നെ ചൊല്ലും. സത്യവും നീതിയും ഇല്ലാത്ത സഭ ക്രിസ്തുവിന്റെ സഭയല്ല. ക്രിസ്തുവിന്റെ സഭ മാർപ്പാപ്പ കാണപ്പെടുന്ന അധികാരിയാണ്, കാണപ്പെടാത്ത സ്ഥലവൻ ക്രിസ്തുവാണ്. ആ ക്രിസ്തു സത്യവും നീതിയുമാണ്. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും ജനവിശ്വാസികളും സത്യത്തിലും നീതിയിലും അടിയുറച്ച ബോധ്യത്തോടു കൂടി നിൽക്കുകയാണ്. അതുകൊണ്ട് ആ ബോധ്യം ഞങ്ങൾ വിളിച്ചു പറയുകയാണ് ലോകത്തോട്. ഈ ജനാഭിമുഖ കുർബാന
അത് ഇല്ലാതാക്കാൻ ഈ സിനഡിലെ ഏതാനും പിതാക്കന്മാർ ഒരു കോക്കസ് ആണെന്ന് സീറോ മലബാർ സിനഡിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കോക്കസിന്റെ ചതിപ്രയോഗങ്ങളിൽ ഞങ്ങളുടെ നീതിബോധത്തെയോ ഞങ്ങളുടെ സത്യത്തെയോ അവർക്ക് ഹനിക്കാൻ ഞങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്നതാണ് ഞങ്ങളുടെ തീരുമാനം. ബാക്കി ഷണ്ണീച്ചൻ പറയട്ടെ. സ്നേഹമുള്ളവരെ, എങ്ങനെയാണ് ഈ സർക്കുലർ ഇന്ന് സിനഡ് കൂടി പബ്ലിഷ് ചെയ്യുമെന്ന് അങ്കമാലി അതിരൂപത ഇറക്കിയ സർക്കുലറിനെതിരെയാണ് ഇപ്പോൾ വിമത വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നത്. ഈ സർക്കുലറിൽ വിമതർക്ക് അന്ത്യശാസനം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ സർക്കുലർ ചതിയുടെ ഭാഗമെന്നാണ് ഇവർ ഇപ്പോൾ പറയുന്നത്. ഇത് തിരസ്കരിക്കപ്പെടുന്നു, ഒരു പള്ളികളിലും ഇത് വായിക്കില്ല എന്നും അവർ അറിയിക്കുകയുണ്ടായി.